ഇന്നത്തെ വചനചിന്ത, ദൈവം കൈമാറിയതിനെ തകർക്കുവാൻ കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ രാത്രിയിൽ കർത്താവ് പൗലോസിൻ്റെ അടുക്കൽ വന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. പൗലോസ് കേട്ട ദൈവശബ്ദത്തിൻ്റെ പൂർത്തീകരണത്തേക്കുള്ള യാത്രയിൽ അതിനു വിരോധമായി കൊടുങ്കാറ്റടിച്ചു, ഈശാന മൂലനടിച്ചു, വല്ലാത്ത കാറ്റടിച്ചിട്ടും അതിനൊന്നും ദൈവം കൈമാറിയതിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോസ്തലനായ പൗലോസ് റോമിലെത്തി സാക്ഷീകരിച്ചുവെങ്കിൽ വാഗ്ദത്തത്തിനെതിരെ എന്തെല്ലാം വിധത്തിലുള്ള കാറ്റുകളടിച്ചാലും അവയ്ക്കൊന്നും ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ തടയുവാൻ കഴിയുകയില്ല. കാറ്റ് അടങ്ങ് എന്ന ഒറ്റ വാക്കിൽ കാറ്റിനെയും കടലിനെയും അടക്കുവാൻ ശക്തിയുള്ള, നമുക്ക് വേണ്ടി കൽപ്പിക്കുന്ന യേശു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം എന്തിനു ഭാരപ്പെടണം? പ്രതികൂലമാകുന്ന കാറ്റിനെ കണ്ട് എന്തിനു ഭയക്കണം? തിരുവചനം വിളിച്ചു പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച ഭക്തനായ ഏലിയാവിൻ്റെ അരികിൽ ദൈവം കാക്കയച്ച് പോഷിപ്പിച്ചുവെങ്കിൽ ദൈവം താങ്കളുടെ ആവശ്യം അറിഞ്ഞ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. യെശയ്യാപ്രവചന പുസ്തകം 52-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല, യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഇനി തോൽവി അനുഭവിക്കുകയില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ കഷ്ടതയുടെയും വേദനയുടെയും ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ കർത്താവിനെ തള്ളിക്കളയാതെ പിറുപിറുക്കാതെ താങ്കൾ ദൈവത്തോട് കൂടെ നിന്നില്ലേ? ഇനി താങ്കളുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്ന ദിവസങ്ങളാണ്. പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ, വിശ്വസിച്ചാൽ ദൈവം കൈമാറിയതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം കൈമാറിയതിനെ കരങ്ങളിൽ ലഭിക്കുവാനിടയാകും. താങ്കൾക്ക് ഉയർച്ച ലഭിക്കും. കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുവാൻ, തളരുമ്പോൾ ചേർത്ത് പിടിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ യേശു താങ്കളുടെ കൂടെയുണ്ട്. പിശാചിന് ഇനി താങ്കളുടെ ജീവിതത്തിൽ ഒരധികാരവുമില്ല. താങ്കളുടെ മേൽ അധികാരമുള്ളത് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ള യേശുക്രിസ്തുവിന് മാത്രമാകുന്നു. താങ്കളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും യേശു അഴിച്ചു കളഞ്ഞ് താങ്കളെ പിന്നിൽ നിന്നും മുൻനിരയിലെത്തിക്കും. താങ്കളുടെ കരം പിടിച്ച് നടത്തിയ ദൈവം ഇനിയും താങ്കളെ കരം പിടിച്ച് മുന്നോട്ട് നടത്തും. ഏത് പ്രതിസന്ധിയിലും ശൂന്യതയിലും കണ്ണുനീരിലും തകർച്ചയിലും കർത്താവ് താങ്കളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഉറപ്പിച്ചോ, യേശു താങ്കളെ കൈവിടത്തില്ല. തക്ക സമയത്ത് താങ്കൾക്ക് കർത്താവ് സഹായം ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 25-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ലെന്ന്. 23-ാം സങ്കീർത്തന പുസ്തകം 4-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നുവെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ലെന്ന്. ഏത് പ്രതികൂലങ്ങളിലും വിളിച്ചു പറയണം, കർത്താവിൻ്റെ കൂടെയുണ്ട്, അതിനാൽ ഞാൻ ഭയപ്പെടത്തില്ലെന്ന്. വചനം ശ്രവിക്കുന്ന താങ്കൾ കാരണം താങ്കളുടെ കുടുംബത്തെയും താങ്കളുടെ ചുറ്റുമുള്ള സകലയും ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആർക്കും വേണ്ടാത്ത തള്ളപ്പെട്ട താങ്കളിലൂടെ ആ അനുഗ്രഹം താങ്കളുടെ ഭവനത്തിൽ, താങ്കളുടെ സമൂഹത്തിൽ എത്തിച്ചേരുവാൻ പോകുന്നു. താങ്കളുടെ ചുറ്റുമുള്ളവർക്ക് നാളെ ദൈവം ഒരു അനുഗ്രഹമാക്കി താങ്കളെ ഉയർത്തും. ഭക്തനായ ഏലിയാവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, ഭക്തനായ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിരാശയോടെ മരിച്ചാൽ മതി, ഇവിടെയെല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ, ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ, പ്രതീക്ഷകളൊക്കെയും അസ്തമിക്കുമ്പോൾ ദൂതനെ ഇറക്കി ദൈവം ഭക്തനായ ഏലിയാവിനെ ബലപ്പെടുത്തി പുതിയ ചില നിയോഗങ്ങൾ നൽകി മുന്നോട്ട് നടത്തിയതുപോലെ ഭക്തനായ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിരാശയുടെ, ബലഹീനതയുടെ ഒരു ചൂരച്ചെടിയുടെ തണലുണ്ടെങ്കിൽ ബലപ്പെടുത്തി നിയോഗത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവിക സ്പർശനവുമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചൂരച്ചെടിയുടെ തണലിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ അപ്പുറം നമ്മെ ബലപ്പെടുത്തി നിയോഗം കൈമാറുന്ന ഒരു ഹോരേബുണ്ട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മെ പകയ്ക്കുന്നവർ കാണുകെ, തള്ളി പറഞ്ഞവർ കാണുകെ, അവരുടെ മധ്യേ വിരുന്നൊരുക്കി ദൈവം നമ്മെ ഉയർത്തും. ഭക്തനായ ദാവീദിനോട് ചോദിച്ചാൽ ഭക്തനായ ദാവീദ് വിളിച്ചു പറയും, എൻ്റെ ജീവിതത്തിൽ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ എന്നെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം കൈമാറിയെങ്കിൽ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ ജീവിതത്തിലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും കൂട്ടുകാരുടെ മധ്യേ വിളിച്ച് അഭിഷേകം ചെയ്ത് ശത്രുവിൻ്റെ മുൻപിൽ മേശയൊരുക്കുന്ന ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട്.
ദൈവം കൈമാറിയതിനെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആകയാൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ, വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.